അപ്പോൾ ഇന്നൊരു വാട്ടയിറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യാറ്. അതിന് ശേഷം ഒരു ഗ്ലാസ് പാൽ ചായ കുടിക്കണ്ട. അതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുടിക്കുക. മധുരമില്ലാത്ത പാൽ ചായയാണ് കുടിക്കാറ്. പിന്നെ ഇന്നൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ലൊരു കുറുമക്കറിയും വെള്ളയപ്പമായിരുന്നു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. കൂടെ നല്ല ചൂടുള്ള നല്ലൊരു പാൽ ചായയും കൂടെ കുടിച്ചായിരുന്നേ. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. നോർമൽ വർക്കിംഗ് ഡേയ്സിലെല്ലാം എനിക്ക് ഇങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും പറ്റാറില്ല. മോനെ സ്കൂളും എനിക്ക് ഓഫീസെല്ലാം ആയിട്ട് രാവിലത്തെ ടൈം മൊത്തം ബിസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കലെല്ലാം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നന്നായി ഇരുന്ന് ആസ്വദിച്ച് നന്നായി ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇതിനിടയ്ക്ക് കൂടെ ചായയും കൂടെ കുടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ ലഞ്ചിന് നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയ കാരണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാട്ടോ ബിരിയാണി. ഇത് നമ്മുടെ ഒരു സാധാരണ നാടൻ ബിരിയാണി കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാറുള്ള ഒരു സാധാരണ ബിരിയാണി. എനിക്ക് സാധാരണ ബിരിയാണി കഴിക്കുമ്പോൾ ഇതുപോലെ ഒരു പീസ് ചിക്കനും കുറച്ച് കച്ചമ്പറും അച്ചാറും മുട്ടയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാനാട്ടോ ഇഷ്ടം. അപ്പോൾ വൈകിട്ട് ചായക്ക് ഇത് അമ്മ ഓട്ടട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ശർക്കരയും തേങ്ങയും പഴവും ഗോതമ്പെല്ലാം മിക്സ് ചെയ്ത് ഇലയിൽ ചുട്ടെടുക്കുന്നതാട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായയും 2 പീസ് അടയും കഴിച്ചു കേട്ടോ ഒന്ന് വൈകിട്ട്. പിന്നെ ഇന്ന് രാത്രി ഞാൻ വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ ഉച്ചയ്ക്കെല്ലാം നല്ല ഹെവിയായ കാരണം ഒരു റോബസ്റ്റ് മാത്രം കഴിച്ചുള്ളൂ രാത്രി.